ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസം രാജ്യത്തെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടന്നിരുന്നു. ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനം, സനാതനധർമ്മ സംരക്ഷണം എന്നിവയായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടകൾ. ഔദ്യോഗികമായി ഈ സമ്മേളനം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വിളിച്ചുകൂട്ടിയത്. ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറ്റുന്നതിനായുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, സനാതനധർമ്മത്തിന് ഭീഷണിയാകുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ഘടകങ്ങളെ പ്രതിരോധിക്കുക, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഹലാൽ സർട്ടിഫിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ഹിന്ദുക്കൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക എന്നിവയെല്ലാമായിരുന്നു പരിപാടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. സനാതനധർമ്മത്തെക്കുറിച്ചും ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനെന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിന്റെ സ്വഭാവം പതിയെ വിദ്വേഷത്തിലേക്ക് വഴിമാറുന്നതാണ് കണ്ടത്. ചർച്ചകളുടെ സ്വഭാവം പാടെ മാറി. സാംസ്കാരികമായ ചർച്ചകൾക്ക് പകരം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും ഭീതി പടർത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളുമാണ് അവിടെ ഉയർന്നു വന്നത്. വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധേയനായ തെലങ്കാനയിലെ BJP MLA T. രാജാ സിംഗ്, ശ്രീരാമസേന തലവൻ പ്രമോദ് മുത്തലിക്, അർജുൻ സമ്പത്ത് തുടങ്ങിയ തീവ്ര വലതുപക്ഷ നേതാക്കൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. അഖില ഭാരതീയ ഹിന്ദുരാഷ്ട്ര അധിനിവേശൻ എന്ന പേരിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുതും വലുതുമായ ഏകദേശം 350ഓളം ഹിന്ദുത്വ സംഘടനകളുടെ ഒരു സംയുക്ത വേദിയായിരുന്നു ഈ സമ്മേളനം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ, അഭിഭാഷകർ, വലതുപക്ഷ ചിന്തകർ, തീവ്ര ഹിന്ദുത്വ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും സമ്മേളനത്തിന്റെ ഭാഗമായി. ഇതിൽ പങ്കെടുത്ത പല സംഘടനകളും വ്യക്തികളും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിയതിന്റെ പേരിൽ മുൻപും പോലീസ് നിരീക്ഷണത്തിലായവരാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രാസംഗികർ പ്രധാനമായും ഊന്നൽ നൽകിയത് 3 കാര്യങ്ങളിലായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരായ സാമ്പത്തിക ബഹിഷ്കരണം, ജനസംഖ്യയെക്കുറിച്ച് ഭീതി വളർത്തൽ, മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്കുള്ള ആഹ്വാനം എന്നിവയായിരുന്നു ഈ 3 കാര്യങ്ങൾ.